സ്വന്തം വീട് പണിയാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ കടങ്ങി നടന്ന് തിരിച്ചു വന്ന് വീട് വെക്കുമ്പോഴല്ല വിജയിക്കുന്നത്. ഒരു റെന്റ് വീട്ടിൽ താമസിച്ചാലും ഈ യേശുവിനെ ഞാൻ വിടത്തില്ല എന്ന് പറയുന്ന ശുശ്രൂഷകരെയാ ഈ സമൂഹത്തിന് ആവശ്യം. പുൾപിറ്റ് കിട്ടുമ്പോൾ കുറെ ഫലിതവും ഹാസ്യവും പറഞ്ഞ് മനുഷ്യരെ ചിരിപ്പിച്ച് കർണരസകരമായത് കേൾപ്പിച്ചു വിടുന്ന ശുശ്രൂഷകരല്ല വിജയികൾ. പുൾപിറ്റ് കിട്ടുമ്പോൾ മുഖം നോക്കാതെ ദൈവത്തിന്റെ പ്രവാചകനായി നിന്ന് മാനസാന്തരത്തിന്റെ ദൂത് പറയുന്ന ശുശ്രൂഷകരാ വിജയികൾ. ഞാൻ പറയട്ടെ, ഈ ക്യാമ്പിൽ വരുന്ന വിജയികൾ ആരാന്നറിയാം? ഇതേ അവസ്ഥയിൽ കൂടെ പൊക്കൊട്ടുന്ന ഒരാളായിരുന്നു ഞാൻ. ഇതൊക്കെ കേട്ട് കൈയടിച്ച് രോമാഞ്ചക്കൊള്ളുന്ന വാവ് എന്ന് പറയുന്ന ഈ വിജയ് ഫാൻസിനെ പോലുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ നമ്മള് ലോജിക്കലി കുറെ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോ ശരിക്കും ഹൗ സ്റ്റുപ്പിഡ് ഐ വാസ്. അതായത് ഇദ്ദേഹം പറയുന്നത് വീട് വേണ്ട, ഒന്നും വേണ്ട, ദൈവത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സംഭവമാണ്. വീട് വേണ്ടെന്ന് ഇയാള് പറയുമ്പോൾ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ട് കണ്ണാടി വെച്ചൊക്കെയാണ്. ആ കണ്ണാടി ഇല്ലാതെ കാഴ്ച കൂട്ടിക്കൊടുക്കാൻ ഇങ്ങനത്തെ ദൈവത്തിന് പറ്റുന്നില്ല.